ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മളെ ലെറ്റ്സ് പ്ലാൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാർട്ടിൽ നമ്മൾ ഇവിടെ ബേസ് കെട്ടുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഫുൾ അതിന് വേണ്ടിയിട്ട് നിരത്തിയിട്ടുണ്ട്. കുറേ നേരത്തെ പണിയാണ്, ഫുള്ളായിട്ട് നിരത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുത്തെ ഡേറ്റ ഒക്കെ പൊട്ടിച്ചാണെങ്കിൽ ഫുള്ളായിട്ട് നിരത്തിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇവിടുന്ന് വില്ലേജ് നോക്കിയാൽ കറക്റ്റ് കാണാം. വില്ലേജ് നോക്കിയാൽ കറക്റ്റ് കാണാം. ഇന്നത്തെ ഈ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ബേസ് സെറ്റാക്കലാണ്. ഉണ്ടോ, ഇവിടുന്ന് വില്ലേജ് നോക്കിയാൽ കറക്റ്റ് കാണാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിൽ ബേസ് ഉണ്ടാക്കാം. ഈ പാർട്ടിൽ നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കാം. മേലോട്ട് കയറി വരാനായിട്ട് ഈ സൈഡിലായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ടാക്കാം. മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഇത് തികയാൻ ചാൻസ് ഇല്ല. നമുക്ക് എന്തായാലും വെച്ച് നോക്കാം. ആദ്യം എവിടെ വെക്കും? ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലോട്ട് എങ്ങനെയാണ് ഞാൻ വെച്ച് കാണിച്ചത്. ഇങ്ങനെ മേലെന്ന് വന്നിട്ട് നേരെ താഴോട്ടേക്ക് മേലെന്ന് നേരെ വരുന്നിട്ട് ഒരു ബേസ് പോലെ ഒരു പ്ലാറ്റ്ഫോം പോലെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ സ്ലാബ്സ് വെച്ചിട്ട് പിന്നെ നേരെ താഴോട്ട് വെക്കാനാണ് പ്ലാന്. ഇവിടെ നിന്ന് ഇപ്പോൾ വലിഞ്ഞ് കയറണം, അതാണ് പ്രശ്നം. ഓക്കെ, ഇവിടെ അല്ല, കയറ്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെയും കൂടി. അങ്ങനെയല്ല, നേരെ വെക്കാം. പൊട്ടിച്ചിട്ട് നേരെ വെക്കാം. ഇങ്ങനെ ഇവിടെ നിന്ന് ഇനി സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന്, ഇനി ഇത് പൊട്ടിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് ഒന്നും കൂടി വെച്ചിട്ട് ഇനി നമ്മൾ സ്ലാബ്സ് വെക്കും കേട്ടോ. ഇനിയാണ് നമ്മൾ സ്ലാബ്സ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോലെ സ്ലാബ്സ് ഇനി വെക്കും. അല്ലെങ്കിൽ ഇത് ഇവിടെയും കൂടി വെച്ചിട്ട് നമുക്ക് സ്ലാബ് വെക്കാം. അതാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഇനി വീണ്ടും വലിഞ്ഞ് കയറണം. അതാ, ഇനി നമുക്ക് അവിടെ സ്ലാബ്സ് വെക്കണം. ഇനി നമ്മൾ സ്ലാബ്സ് ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ മേലോട്ട് കയറി സ്ലാബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന്, ഇവിടെ കൂടി, ഇവിടെ. ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ വെച്ചാൽ ബോറാവോ? ഇവിടെയും കൂടി വെച്ചേക്കാം. ബോറാവൂലായിരിക്കില്ലേ? ബോറൊന്നും ഇല്ലല്ലേ, കുഴപ്പമില്ല. എന്തായാലും ഇനി അവിടെ നമുക്ക് ഡേറ്റ് വെച്ചടച്ചാൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇനി ഇവിടെ നിന്ന് താഴോട്ടേക്ക് സ്റ്റെപ്പ് വെക്കണം. ഇത് തികയാൻ ചാൻസ് ഇല്ല. അവിടം വരെ എത്താൻ ചാൻസ് ഇല്ല. കുറച്ചും കൂടി ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ നിൽക്കാത്തതിൽ നിൽക്കൂലേ? ഇങ്ങനെയല്ല, നേരെ താഴോട്ട് ഇറങ്ങേണ്ടി വരും മിക്കവാറും. ഇനി ഇവിടെ നിന്ന് ബ്ലോക്ക് വെക്കാതെ വെക്കാൻ പറ്റൂലേ? അങ്ങനെയല്ലല്ലോ. ഇനി ഇത് പൊട്ടിച്ചിട്ട് റെഡിയാക്കി വെക്കണം. ഇനി ഇതേപോലെ തന്നെ താഴെ വരെ എത്തിക്കണം. അപ്പോൾ എന്തായാലും അങ്ങനെ വെച്ചിട്ട് വരാം. കേസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ 3 കൂടി വെച്ച സെറ്റായി. ഇനി ഡേട്ടൊന്ന് പൊട്ടിച്ചോളാം കേട്ടോ. ഫുള്ളും പൊട്ടിച്ചെടുക്കണം. ഇനി എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് താഴെന്ന് മേലോട്ട് വെച്ച് പോയി, പിന്നെ മേലെന്ന് താഴോട്ട് വെച്ചു. അങ്ങനെയാണ്. ഇവിടത്തെ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചാട്ടെ. നമ്മൾ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റെപ്പിൻ്റെ സൈഡിൽ നമുക്ക് വേറൊരു സാധനം വെക്കാനായിട്ടുണ്ട്. വേറെ നല്ല നമ്മളെ വുഡാണ്. ഇവിടെ പൊട്ടിച്ച് കളയുക. ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ വുഡ് ഇങ്ങനെ മതിയില്ലേ? ഇങ്ങനെ തന്നെ ഇവിടെ ഡേറ്റ് വെച്ചിട്ട് ആദ്യം അടയ്ക്കണം, എന്നിട്ട് വുഡ് വെക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഡേറ്റ് വെച്ച് അടയ്ക്കട്ടെ. ഡേറ്റ് നമ്മുടെ അടുത്ത് കുറച്ചുണ്ട്. അവിടെ മൂടിയതിന് ശേഷം ബാക്കി വന്ന കുറച്ച് ഡേറ്റ് നമ്മുടെ അടുത്ത് ഉണ്ട്. ഇത് വെച്ചിട്ട് ഇവിടെ ഫുള്ളൊന്നും അങ്ങനെ അടയ്ക്കണം. അവിടെ അപ്പുറത്ത് തുറന്നിട്ടിരിക്കണത് കാണും, അതുകൂടി അടച്ചേക്കാം. ഓക്കെ, അപ്പോൾ സെറ്റായി. ഇനി ഇവിടെയും കൂടി സ്ലാബ്സ് വെച്ച് സെറ്റാക്കണം കേട്ടോ. 1 2, കാരണം അവിടുന്ന് ഫാസ്റ്റിൽ ഇങ്ങനെ കയറി വരുമ്പോൾ നേരെ താഴോട്ട് ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കാം. ഓക്കെ, ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് വുഡ് വെക്കണം. വുഡ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചത് ഇവിടെ
ഇത് വെച്ചത് ബോറായി, സ്ലാബ് വെച്ചത്. ഇവിടെയും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്ത് സെറ്റാവും. അതിന് സ്ലാബ് തികയൂല. കുഴപ്പമില്ലല്ലേ. നമുക്ക് എന്തായാലും ഇനി പോയിട്ട് സ്ലാബ്സ് കുറച്ചും കൂടി ഉണ്ടാക്കാം അവിടെ വെക്കാനായിട്ട്. ബോറാവൂലായിരിക്കില്ലേ അവിടെ? കുഴപ്പമില്ലല്ലോ. അവിടെയൊക്കെ ഇനി ഡേട്ട് വെച്ചടച്ചാൽ ഇതേപോലെ ആവും, അല്ലെങ്കിൽ സ്റ്റോൺ വെച്ചടയ്ക്കണം, എന്നാൽ ഇതേപോലെ തന്നെ റെഡിയാവും ഗൈസ്. ഇവിടെയൊക്കെ ഇനി ഡേട്ട് വെച്ചിട്ട് സ്റ്റോൺ വെച്ചിട്ട് അടയ്ക്കേണ്ടി വരും ഗൈസ്. ഇനി നമുക്ക് വുഡ് വെക്കാം. വുഡ് എന്തായാലും തികയൂല, കുറച്ചും കൂടി വെട്ടേണ്ടി വരും. നമ്മളടുത്ത് ഉള്ളത് ആദ്യം വെക്കാം. ഇവിടെ നിന്ന് താഴോട്ട് എത്തൂലല്ലേ. ഇവിടെ 1 2 3 4 5 6 ഒന്നും കൂടി. ഓക്കെ, ഇതുപോലെ ഇനി ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വെക്കണം. ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വെക്കണം. ഇവിടെ ഇനി വെക്കണം. ഓക്കെ, വുഡ് തീർന്നിട്ടുണ്ട്. നമ്മളെന്തായാലും ആ കാട്ടിലേക്ക് പോയിട്ട് വുഡ് കിട്ടിയിട്ട് വരാം. നമ്മൾ വുഡ് 64 എണ്ണം വിട്ടിട്ടുണ്ട്, അതായത് ഒരു സ്റ്റാക്ക് വുഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അത് വെക്കാനായിട്ട് പോട്ടെ. ഈ വട്ടം നമ്മൾ ബേസ് ഇതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറണം. അതാണ് പണി. പുറകിലും സ്റ്റെപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. മരം വെട്ടിയിട്ട് വരുമ്പോൾ കയറാനായിട്ട്. നല്ലതാ, കയറുന്നില്ല. നമുക്ക് സ്റ്റെപ്പ് കൂടെ പോവാം. നമ്മൾ വില്ലേജ് കണ്ടേ. നമ്മൾ വില്ലേജ് ഇനിയിപ്പോൾ അപ്പുറത്ത് എത്തിയിട്ട് കയറണം. ഇനി നമ്മൾ സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തി ഗൈസ്. ഇനി ഇത് വലിഞ്ഞ് കയറണം. അല്ല, ഇതിനെ വലിഞ്ഞ് കയറണം, താഴെ വെക്കാനുള്ള. ഇവിടെ എത്തണില്ലല്ലോ. ഒന്നുകൂടി. ഓക്കെ, ലെവലല്ലേ? ആണ്. ഇതുപോലെ തന്നെ ഇനി താഴോട്ടും വെക്കണം. ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഓക്കെ, ഒന്നുകൂടി വേണ്ടേ? ഒന്നുകൂടി. ഇതേപോലെ തന്നെ ഇനി താഴോട്ടൊക്കെ വെക്കണം. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വെക്കാനായിട്ടുണ്ട്. ഇവിടെയും കൂടി ഇങ്ങനെ ഇനി ഇവിടെ 1, ഇവിടെ 1. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അതേ ലെവലിൽ വെക്കണം. ഇപ്പുറത്തും ഈ ജോയിൻ്റ് വേണ്ടല്ലോ. ജോയിൻ്റ് വെച്ചാൽ രസം ഉണ്ടാവും. വേണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ ഇവിടെ പൊട്ടിക്കാം. നമുക്കത് ഫുള്ള് സ്റ്റെപ്പിൻ്റെ പണി ആദ്യം ഈ വുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നൈറ്റ് ആവുന്ന ശേഷം നമുക്ക് ഉറങ്ങിയിട്ട് വരാം. നമ്മൾ ഉറങ്ങി എണീറ്റ് ഇനി രാവിലെ തന്നെ പണിക്കിറങ്ങും. പണീനോടൊക്കെ നമ്മൾ നല്ല ആത്മാർത്ഥതയാണ്. ഇനി ഇവിടെയും കൂടി ജോയിൻ്റ് ഇപ്പുറത്തും വന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം അങ്ങനെ വെക്കണോ വേണ്ടേന്ന്. ഇനി എടുത്തിട്ട് ഇനി മേലോട്ടേക്ക് തന്നെ കയറണം. എന്നിട്ട് അവിടെ നിന്ന് വെക്കണം. ഇവിടെ ഒന്നും കൂടി വേണ്ടേ? ഓക്കെ, ഇനി വളവിലാണ് എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ. വളവിൽ ഇപ്പുറത്ത് ഡേട്ട് പൊട്ടിക്കേണ്ട വരും. ഡേട്ട് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത ആ ഡേട്ട് വെച്ച പണി വെറുതെ ആയിപ്പോയി. എന്തായാലും ഇപ്പുറത്ത് ഓക്കെ, ഇങ്ങനെ വെച്ചാൽ ബോറാവൂലല്ലോ. വളവിലിങ്ങനെ വെക്കുമ്പോൾ ഒരുമാതിരി ബോറായതുപോലെ. എന്തായാലും നമുക്ക് ഇവിടെയും കൂടി വെക്കാം. ഇത്ര ഹൈറ്റിൽ പോകണം. ഇനി ഇവിടെ 1 മതിയോ? അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കൂടുമോ? എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കട്ടെ. ഇനി എന്തായാലും ഇപ്പുറത്തും കൂടി ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇനി ഇവിടുത്തെ ഡേട്ടൊക്കെ പൊട്ടിക്കേണ്ടി വരും. ഇതെന്തായാലും ആവട്ടെ. അപ്പോൾ എന്തായാലും ഇനി സ്റ്റെപ്പിൻ്റെ ബാക്കി ഞാൻ ഓഫ് ക്യാമിൽ ഇരുന്ന് ചെയ്തുകൊണ്ട് അടുത്ത പാർട്ടിൽ നമുക്ക് എന്തായാലും ബേസ് സെറ്റാക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടി കാണുന്നതായിരിക്കും. ബൈ.